ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ശ്രീനിവാസം മരണപ്പെട്ടതിന് ഒരുപാട് ആൾക്കാർ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് വിഷമമുണ്ട്. ഈ ശ്രീനിവാസനും മറ്റുള്ള നടന്മാർക്ക് അയച്ചിട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജിലൂടെയും കണ്ട ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കഥ പറയാം. മലയാള സിനിമയിലെ നട്ടരെന്ന് പറയുന്നത് രണ്ട് നടന്മാരായിരുന്നു. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഹൻലാലോ, മമ്മൂട്ടിയോ, സുരേഷ് ഗോപിയോ, ദിലീപോ, പൃഥ്വിരാജോ ആരുമല്ല. രണ്ടാൾക്കാർ. ആരാന്നറിയോ? ഒന്ന് കൊച്ചിൻ ഹനീഫ, ഒന്ന് നമ്മുടെ ശ്രീനിവാസൻ. പക്ഷെ അതിനെ നല്ല നല്ല നടന്മാരുണ്ടായിരുന്നു, നല്ല കോമഡി നടന്മാരുണ്ട്. ഇവന്മാർ രണ്ടാൾക്ക് തമ്മിലുള്ള വ്യത്യാസം, ഇവന്മാർ രണ്ടാൾക്കാരെ പ്രത്യേകത ഞാൻ പറയാം. ഒരു കലാകാരന്മാർ എന്നിട്ട് ഏറ്റവും നല്ലൊരു കലാകാരന്മാരാണ്. കാരണം പറയുമ്പോഴത്തേക്ക് കലാകാരന്മാരാവാനുള്ള എല്ലാ യോഗ്യതയുള്ളൊരു വ്യക്തികളായിരുന്നു. ശ്രീനിവാസൻ കഥ എഴുതും, സംവിധാനം ചെയ്യും, അഭിനയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയും. അതുപോലെ ഒരു കലാകാരന് ആദ്യം വേണ്ടത് എന്താ? ആൾക്കാരെ അറിയണം, ആൾക്കാരെ സ്നേഹിക്കണം, ആൾക്കാരെ മനസ്സറിയണം. അതാണ് ഒരു കലാകാരൻ. അതിന് എല്ലാ ക്വാളിറ്റിയും ഉള്ള നടനായിരുന്നു ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന് പറയുമ്പോഴത്തേക്ക് നറ്റൽ തന്നെയാ മലയാള സിനിമയുടെ. നറ്റലൊടിഞ്ഞ മനുഷ്യൻ കിടപ്പിലാവും. ഇനി മലയാള സിനിമ ചിലപ്പോൾ കിടപ്പിലായി വരും. എന്ത്? നല്ല നടനില്ല, നല്ല സംവിധായകനില്ല, നല്ല തിരക്കഥൻ്റെ ആൾക്കാരില്ല. അതൊക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് സംഭവം. ഇതുപോലെ തന്നെ അന്ന് നമ്മുടെ കൊച്ചിൻ ഹനീഫ മരണപ്പെട്ടവും ആൾക്കാർ വല്ലാത്ത കരഞ്ഞിരുന്നു. കാരണം നെറ്റിൽ പോയി. അതാണ് സംഭവം. മലയാള സിനിമയിൽ ഓടില്ല എന്നിട്ടില്ല, പക്ഷെ ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ പറയുമ്പോഴത്തേക്ക് വേറെ ക്വാളിറ്റി പറയാം. ഇവന്മാർ മതത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരല്ല, ദൈവത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരല്ല. കാണാത്ത ദൈവത്തിനെ സ്നേഹിക്കുന്നതിനേക്കാളും കാണുന്ന മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന വ്യക്തികളായിരുന്നു ഈ രണ്ടുപേർ. കൊച്ചിൻ ഹനീഫ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരാളെ മുഖം നോക്കിയിട്ട് കൊച്ചിൻ ഹനീഫ പറയും, നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. ഈ രാജു എന്നുള്ളൊരു വ്യക്തിക്ക് ആകപ്പാട് 10 രൂപീസ് ഉണ്ടായത് ഒരു കാലത്ത് കൊടുത്ത് ഫുഡ് കഴിച്ച് വാന്ന് പറഞ്ഞിട്ട് ഹനീഫ്ക പറ്റയിടുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതാണ് നടന്മാർ. ഇവന്മാരൊക്കെ പണത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ഒരു പടം ചെയ്യുമ്പോൾ ഉമർ പണം കിട്ടോ ഇല്ലെന്ന് വെച്ചാൽ നല്ല കഥയാണ് ഉമർ ആലോചിക്കുന്നത്. മലയാളികൾക്ക് എത്രയോ സിനിമ സമ്മാനിച്ചു തന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ശ്രീനിവാസൻ എന്ന് പറയുമ്പോഴത്തേക്കും, കൊച്ചിൻ ഹനീഫ എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഉമ്മറെ മറക്കാൻ പറ്റില്ല. മലയാള സിനിമ എവിടം വരെയുണ്ട്, ഈ ലോകം എവിടം വരെയുണ്ട്, മലയാളം എവിടം വരെയുണ്ട്, അവിടം വരെ ഓർക്കും. അതാണ് ഉമ്മറെ പ്രത്യേകത. കൊച്ചിൻ ഹനീഫ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഇരട്ട പിള്ളേരുണ്ടായതാ. പക്ഷെ വലിയ വീട് കാര്യങ്ങളോ സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരുപാട് സിനിമയിൽ 1000 സിനിമയിൽ മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കഥ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ പണത്തിന് വേണ്ടിയിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കോടികൾ ഉണ്ടാക്കായിരുന്നു. ശ്രീനിവാസൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഓർഗാനിക് ഫുഡ് കിട്ടാൻ വേണ്ടി ഒരുപാട് പോരാടിയ ഒരു പോരാളിയാണ്. അത് എന്നും മലയാളികൾക്ക് നഷ്ടമാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.